ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കുക്കിംഗ് ഡെക്കിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ പോപ്കോൺ ഉണ്ടാക്കാൻ കേട്ടോ. ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് പോപ്കോൺ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാനാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ മുമ്പൊക്കെ നമ്മൾ സാധാരണ പോപ്കോൺ കഴിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ വല്ല സിനിമയ്ക്ക് പോകണം, തിയേറ്ററിലൊക്കെയാണ് നമ്മൾ മെയിനായി കഴിക്കാറ്. പക്ഷേ ഇപ്പോൾ എല്ലാവരും ലോക്ക്ഡൗൺ ആയി, ഇപ്പോൾ തിയേറ്ററുകളൊന്നും തുറക്കാറില്ല. ഇപ്പോൾ എല്ലാവരും നെറ്റ്ഫ്ലിക്സിൻ്റെ മുമ്പിലാണ്, അല്ലെങ്കിൽ മാച്ചുകൾ കാണുമായിരിക്കും. അതൊക്കെ ആയിരിക്കും ഇപ്പോൾ കൂടുതൽ വീട്ടിലിരുന്നിട്ട്. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്ക് ഇനി പോപ്കോൺ വാങ്ങാൻ ഓടേണ്ട ആവശ്യമില്ല. നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും പോപ്കോൺ. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് പോപ്കോൺ ഉണ്ടാക്കാൻ നോക്കാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ബെല്ലൈക്കൻ കൂടെ പ്രസ് ചെയ്യാൻ ഞങ്ങളുടെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് പോപ്കോൺ ഉണ്ടാക്കാം. ഗൈസ്, അപ്പോൾ നമുക്ക് എങ്ങനെ അത് ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് നമ്മൾ ആദ്യം ഇതുപോലെ ഒരു വലിയൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഈ പാത്രത്തിലാണ് നമ്മുടെ ചോളം എടുക്കുന്നത്. നമുക്കിത് സ്റ്റേഷനറി കടയിലൊക്കെ പോയാൽ കിട്ടും കേട്ടോ. ഉണക്ക ചോളം എന്നൊക്കെ പറഞ്ഞാൽ മതി, അവർ തരും. അപ്പോൾ നമുക്കിത് എടുക്കാം. ഇതിപ്പോൾ നമ്മൾ ഏകദേശം ഒരു 100 ഗ്രാമിൻ്റെ അടുത്ത് ചോളം ഇട്ടിട്ടുണ്ട് ഇതിലേക്ക്. അതിന് ശേഷം നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് നിങ്ങൾ നോക്കിയിട്ടോ. നമ്മളിപ്പോൾ ഏകദേശം ഒരു 2 സ്പൂണ് അല്ലെങ്കിൽ ഒരു 1.5 സ്പൂൺ ഇത്ര ഉപ്പിട്ടിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം. ഏകദേശം ഇത്ര മഞ്ഞൾപ്പൊടി ഇട്ടുണ്ട്, ഇത് മതി. ഇനി അതിന് ശേഷം നമ്മൾ കുറച്ച് എണ്ണ ഒഴിക്കുക ഇതിലോട്ട്. ഇതിപ്പോൾ നമ്മൾ നല്ലെണ്ണയാണ് കേട്ടോ ഒഴിച്ചിരിക്കുന്നത്. അപ്പോൾ ഏകദേശം ഒന്ന് ഈ ഒരു ലെവലിൽ ഒഴിക്കുക എണ്ണ. അതിന് ശേഷം ഒരു സ്പൂൺ എടുത്തിട്ട് നമുക്ക് ഇതുപോലെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. പക്ഷേ ഇനി ഇതെന്തായാലും ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് അങ്ങനെ ഒന്ന് സെറ്റ് ആവണം കേട്ടോ. കാരണം ഇത് കറക്റ്റായിട്ട് ഉപ്പും കാര്യങ്ങളൊക്കെ ഇതിലോട്ടൊന്ന് പിടിക്കാനുണ്ട്. അപ്പോൾ ഒരു 10 മിനിറ്റ് നമുക്ക് ഇങ്ങനെ വെക്കാം. അതിന് ശേഷം നമുക്ക് എടുത്തിട്ട് ഇതിനെ വറക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ഗ്യാസ് ഓണാക്കാം. ഗ്യാസ് ഓണാക്കിയിരിക്കുകയാണ്. നമുക്ക് ഒരു കുക്കർ അടുപ്പത്തോട്ട് വെക്കാം കേട്ടോ. അതിന് ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച കോണിൻ്റെ ഇതുണ്ടല്ലോ മിക്സ്ചർ, അത് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ ഏകദേശം ഒരു 10 to 15 മിനിറ്റിൻ്റെ അടുത്താണ് വെച്ചിരിക്കുന്നത് നമ്മുടെ ഈ മിക്സ്ചർ. പിന്നെ ഇത് നമുക്ക് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. ഏകദേശം ചൂടായി വരണം. ഏകദേശം ചൂടായി വരുന്നുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇത് വെച്ചിട്ട് അടച്ചു കൊടുക്കണം. അപ്പോൾ നമുക്ക് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇനിയിപ്പോൾ എന്തായാലും നമുക്കിതൊന്ന് അടച്ചു വയ്ക്കട്ടെ. ഏകദേശം ചൂടാവുണ്ട് തോന്നുന്നു. നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. തിരിച്ചിട്ട് വേണം അടച്ചു വയ്ക്കാൻ. ഒരിക്കലും നമ്മൾ നേരെ അടയ്ക്കുക, സാധാരണ അടയ്ക്കണ പോലെ അടയ്ക്കരുത്. ഇത് തിരിച്ചു വേണം ഇങ്ങനെ അടയ്ക്കാം കേട്ടോ. ഇപ്പോൾ കുറച്ചിങ്ങനെ ഇതിൽ കാറ്റ് ഇതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് എന്താ പറയുക എയർ പോകണം. എന്നിട്ട് നമുക്ക് കുറച്ചൊന്ന് സിമ്മിലേക്ക് ആക്കി വയ്ക്കാം. ഒരുപാട് ചൂടിൽ വെക്കരുത്, ചിലപ്പോൾ കരിയാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് സിമ്മിൽ വേണം ഇനി വെച്ചിട്ട് ഇതൊന്ന് ചൂടാക്കി എടുക്കാൻ. അപ്പോൾ കുറച്ച് നേരം നമുക്ക് ഇങ്ങനെ വെയിറ്റ് ചെയ്യാം. ഗൈസ്, ഇപ്പം നിങ്ങൾക്ക് സൗണ്ട് വെക്കാമല്ലോ, ചെറുതായി പൊട്ടിൻ്റെ ഉള്ളിൽ. നമുക്കിതിങ്ങനെ എടുത്തിട്ട് ചെറുതായി ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ചെറുതായി ഇങ്ങനെ ഇളക്കി കൊടുക്കാം. നിങ്ങൾ ചെറുതായി നോക്കണമെങ്കിൽ കാണാം ഇങ്ങനെ ഉള്ളിൽ ഏകദേശം ആയി വരുന്നുണ്ട്, ചെറുതായി പൊട്ടണമുണ്ട്. നമുക്ക് എന്തായാലും ഇങ്ങനെ തന്നെ അടച്ചു വയ്ക്കാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ പൊട്ടണ സൗണ്ട് കേട്ടുകൊണ്ടിരിക്കാം. ഇങ്ങനെ ഇളക്കി കൊടുക്കണം. ഇല്ലെങ്കിൽ ഒരേ സൈഡ് ഇരുന്നിട്ട് ചിലതൊക്കെ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നത് കേട്ടോ. ഗൈസ്, ഇങ്ങനെ പൊട്ടണ കാണാമല്ലോ നിങ്ങൾക്ക്. ഒരുപാട് നേരം തുറന്നു വെച്ചാൽ മൊത്തം പുറത്തു പോകും. അതുകൊണ്ട് നമ്മൾ മെല്ലെ അടയ്ക്കണം കേട്ടോ. ഗൈസ്, ഇപ്പോൾ നമ്മുടെ പോപ്കോൺ എല്ലാം പൊട്ടിക്കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് വേണമെങ്കിൽ ഒന്ന് തുറന്ന് നോക്കാം. കണ്ടോ, ഫുള്ളായി പൊട്ടിയിട്ടുണ്ട്. നമുക്കിനി എന്തായാലും അടച്ചു വെച്ചിട്ട് വേറൊരു ബൗളിലോട്ട് എടുക്കണം. നമുക്ക് എന്തായാലും അടച്ചിട്ട് ഇപ്പോഴേക്ക് തൽക്കാലം ഒന്ന് എടുക്കാം. ഗൈസ്, നമുക്കിതിനെ ഒരു ബൗളിലോട്ട് ഇങ്ങനെ മാറ്റാം. ഗൈസ്, അപ്പോൾ നമ്മുടെ പോപ്കോൺ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും കണ്ടല്ലോ എങ്ങനെ ഉണ്ടാക്കുന്നത്. ഭയങ്കര ഈസി ആയിട്ടല്ലേ നമ്മൾ ഉണ്ടാക്കിയത്. വലിയ ചിലവോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. കുറച്ച് നമുക്ക് ഇതുപോലെ ഉണക്കച്ചോളം മാത്രമേ ആവശ്യമുള്ളൂ. ഈസി ആയിട്ട് ഉണ്ടാക്കാം. അപ്പോൾ സംഭവം എന്തായാലും കിട്ടുന്നുണ്ട് കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞപ്പൊടി എല്ലാം ഇട്ടുകൊണ്ട് നല്ല പൊളിയായിട്ടുണ്ട്. നമുക്കിത് തന്നെ വേണമെങ്കിൽ കുറച്ച് ഫ്ലേവേഴ്സൊക്കെ ആഡ് ചെയ്യാം. കുറച്ച് സോസൊക്കെ ഒഴിക്കുകയാണെങ്കിൽ വേറൊരു ടേസ്റ്റ് ആയിരിക്കും. നമുക്കപ്പോൾ അതിനനുസരിച്ച്, അല്ലെങ്കിൽ നമ്മുടെ ഈ മസാലാസൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ച് ടേസ്റ്റ് മാറും. എന്തായാലും എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം. അതുപോലെ മാക്സിമം ഫ്രണ്ട്സിനും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ എന്തായാലും അടുത്ത എപ്പിസോഡിൽ വീണ്ടും കിട്ടില്ലെങ്കിലും വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെയ്ക്കും ടാറ്റാ.